നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഫിസിക്സിന്റെ ഏറ്റവും കഠിനമായ പരീക്ഷയിൽ വരുന്ന ഏറ്റവും കഠിനമായിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് വരുന്നതാണ് ക്രിസ്മസ് എക്സാം. എല്ലാം കിടുകാച്ചി ചാപ്റ്റേഴ്സ് ആണ്. സിമ്പിളായിട്ട് ഈ പറയുന്നത് മാത്രം ഷോർട്ട് വീഡിയോ ആണ്. ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ പോയേക്കുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഞാൻ മാക്സിമം നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും. ഫുള്ള് ചെയ്തേക്കുന്ന വീഡിയോസൊക്കെ ഡിസ്ക്രിപ്ഷനുണ്ട്. എൻ്റെ നോട്ട്സും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും എല്ലാം ഉണ്ട്. നോട്ട്സും എല്ലാം നിങ്ങൾക്ക് തന്ന് അടിപൊളിയായിട്ട് എല്ലാ വിഷയങ്ങളും പഠിക്കാം. അന്നേരം കാര്യങ്ങളിലേക്ക് കിടക്കാം. വേവ് ഒപ്റ്റിക്സ് 10ാമത്തെ ചാപ്റ്റർ വാരി വലിച്ച് പഠിക്കേണ്ട, ക്രിസ്മസ് പരീക്ഷയ്ക്ക് ആവശ്യത്തിന് വേണ്ടി മാത്രം പഠിക്കുക. വേവ് ഒപ്റ്റിക്സിനകത്തെ ഒരു 3 ടോപ്പിക്സ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ ഒരു 10 മാർക്കിങ് പോരും. ഏതൊക്കെയാണ് 3 ടോപ്പിക്സ്? ഒന്ന്, പ്രൂഫ് ഓഫ് സ്നെൽസ് ലോ അല്ലെങ്കിൽ റിഫ്രാക്ഷൻ യൂസിങ് ഹൈജീൻസ് പ്രിൻസിപ്പിൾ. ഹൈജീൻസ് പ്രിൻസിപ്പിൾ പഠിച്ചോണം, അല്ലാതെ തന്നെ അത് റിഫ്രാക്ഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്നെൽസ് ലോ പ്രൂവ് ചെയ്യുന്നത്. സ്നെൽസ് ലോ നമുക്കറിയില്ല, സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അത് ഹൈജീൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യുക. പ്രൂഫ് ഓഫ് റിഫ്ലക്ഷൻ യൂസിങ് ഹൈജീൻസ് പ്രിൻസിപ്പിൾ. റിഫ്ലക്ഷൻ്റെ അറിയാമല്ലോ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ബാൻഡ് വിഡ്ത്ത്, കൊഹറന്റ് സോഴ്സ്, ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡഫറൻസ് ബാൻഡ്സ് ആൻഡ് ഡിഫ്രാക്ഷൻ ബാൻഡ്സ്. ഇതെല്ലാം ചേർത്ത് ഒരു ക്വസ്റ്റ്യൻ. ഇപ്പം എത്രയായി? 2 ക്വസ്റ്റ്യൻ. ഈ 2 ക്വസ്റ്റ്യൻ തന്നെ ധാരാളം. 3 നിങ്ങൾ നിസ്സാരമായിട്ട് കാണുമായിരിക്കും. ബാൻഡ് വിഡ്ത്തിന് ഒരു ഇക്വേഷൻ ഉണ്ട്, ബീറ്റ ഈസ് ഈക്വൽ ടു ഡി ലാംഡ ബൈ ഡി, ക്യാപിറ്റൽ ഡി ലാംഡ ബൈ സ്മോൾ ഡി. ഈ ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലമോ അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനോ ചോദിക്കാം. അന്നേരം ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പോളറൈസ് ലൈറ്റിൻ്റെയും പോളറൈസേഷൻ്റെയൊക്കെ യൂസസ് ചോദിക്കാം. എന്താണ് ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയാൽ വേവ് ഒപ്റ്റിക്സ് നിങ്ങൾ എഴുതി ഇത് വെച്ചേക്കണം. ഈ 3 എണ്ണം പഠിച്ചു 10 മാർക്ക് വേവ് ഒപ്റ്റിക്സ് മാക്സിമം ആണ്. 10 മാർക്ക് ഊറ്റിങ് എടുക്കാം. അന്നേരം പഠിക്കണം, പഠിക്കാതെ പോകരുത്. ഇത് പഠിക്കാതെ പോയാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് അടിച്ച് ചോദിക്കും. അന്നേരം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. അടുത്ത ചാപ്റ്ററിന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കാണുന്നവരെ വണക്കം. നെവർ എവർ ഗിവ് അപ്പ്.